ഈ ദിവസം ഇത്രയും മനോഹരമായ ഒരു അനുഭവം പറയാൻ അവസരം തന്ന അമ്മയ്ക്ക് നന്ദി പറയാണ്. അമ്മ കുറേ ദിവസമായി എന്നോട് പറയുന്നു, "മോനെ എന്താ പറയാത്തത്? എന്താ പറയാത്തത്? ഒന്ന് കേൾക്കണല്ലോ, പറഞ്ഞ് കേൾക്കണല്ലോ" എന്ന്. അപ്പോൾ അങ്ങനെ അവസാനം ഇന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ പൊന്നുണ്ണിക്കണ്ണ അമ്മയുടെ പൊന്നു എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള കൃഷ്ണാനുഭവമാണ് ഞാൻ പറയുന്നതേ. ഡിസംബർ 23-ാം തീയതി വളരെ ദുഃഖത്തിലായിരുന്നു കേട്ടോ ഞാൻ. ത്രിമധുരത്തിലെ വോയിസിൽ പറയുന്ന മോനില്ലേ, ആ മോനോട് പറഞ്ഞു, "മോനെ ഞാൻ നാളെ ഗുരുവായൂർക്ക് വരുന്നുണ്ട്. എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു." ആ മോനാണെങ്കിൽ ആ മോൻ ഞാനാണ് കേട്ടോ. തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിറ്റേ ദിവസം ഒറ്റയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. ഞാനൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകാറില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ മാത്രമാണ്. എന്തോ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് വായോ ഗുരുവായൂർക്ക് എന്നൊരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. എന്നെ കൊണ്ടുപോവാ ഗുരുവായൂർക്ക് എന്ന് പലരോടും ഞാൻ ചോദിച്ചുട്ടോ. ആരും കൊണ്ടുപോയില്ല എന്നെ ഗുരുവായൂർക്ക്. കണ്ണൻ്റെ അന്നദാനം കഴിച്ചിട്ട് വർഷങ്ങളായി, 10-16 കൊല്ലായിട്ടോ. ഭഗവാന്റെ ആ പ്രസാദവും ഊണും കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 24-ാം തീയതി ഞാൻ ഒറ്റയ്ക്ക് ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു. തലേന്ന് രാത്രി 7 മണിയായിട്ടോ. അപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ തോന്നിയത്, ഒറ്റയ്ക്ക് പോവാന്ന്. സഹിക്കാൻ പറ്റാത്ത വിഷമം ഉള്ളിൽ കിടന്ന് നീറിയിരുന്നു കേട്ടോ. അങ്ങനെ 7:30-ക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു ഗുരുവായൂർക്ക്. എൻ്റെ കണ്ണനെ എൻ്റെ മകനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണനോട് പറഞ്ഞ്, "അമ്മയ്ക്കും മോനും പോവാട്ടോ, അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ആ കൂടെ വേണേ, ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ." അങ്ങനെ ട്രെയിൻ കയറാൻ സമയമായി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിട്ടിട്ടോ. ആ കുട്ടി എൻ്റെ ബാഗും എൻ്റെ കൈയും കുടയൊക്കെ പിടിച്ച് ട്രെയിനിനുള്ളിലേക്ക് കയറ്റി സീറ്റിൽ ഇരുത്തി തന്നു. ആ കുട്ടിക്ക് ഗുരുവായൂരിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടി ആ കുട്ടി എൻ്റെ ബാഗും എൻ്റെ കൈയും പിടിച്ച് ഭഗവാന്റെ അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു തന്ന് എന്നെ ഓട്ടോയിൽ കയറ്റി സുരക്ഷിതമായി ഭഗവാന്റെ അവിടെ എത്തിച്ചു തന്നു. ഭഗവാന്റെ അവിടേക്ക് ഞാൻ പതുക്കെ നടന്നു തുടങ്ങിയപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു എനർജി, ഒരു കുളിരൊക്കെ വന്നു തുടങ്ങി. ഞാൻ നേരെ ഭഗവാന്റെ തീർത്ഥക്കുളത്തിലെ കാലും മുഖവും ദേഹമൊക്കെ വെള്ളം തളിച്ച് ഭഗവാനെ കാണാനായിട്ട് നാലമ്പലത്തിലേക്ക് കടന്നുട്ടോ. അവിലും മിഠായിയും വെണ്ണയും കടുകും കിഴിപ്പണവും ഭഗവാന് സമർപ്പിച്ച് ഞാനൊരു സ്ഥലത്തിരുന്നു. ഞാൻ തുളസി പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നൂലും ഉണ്ടായില്ല കേട്ടോ. കൊണ്ടുപോകാൻ ഞാൻ ഗുരുവായൂരിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നൂല് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഒരു പൂക്കടക്കാരനോട് നൂല് ചോദിച്ചു. അങ്ങനെ തൂണിൻ്റെ അവിടെ ഇരുന്ന് തുളസി കെട്ടിയായിരുന്നു. മാല കെട്ടാൻ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്തായി ഒരു അമ്മയും മോളും വന്നിരുന്നു. ആ മോള് നൂല് കൊണ്ടുവരാൻ മറന്നുപോയി. എന്നോട് ആ മോള് പറഞ്ഞു, "എനിക്കൊരു ഇത്തിരി നൂല് തരുമോ എന്ന്." തരാലോ എന്ന് ഞാനും പറഞ്ഞു കേട്ടോ. നൂല് കണ്ടപ്പോൾ പറഞ്ഞു, "അയ്യോ ചേച്ചി, ഇത് ഇത്രയ്ക്കല്ലേ ഉള്ളൂ, ചേച്ചി എടുത്തോ" എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, "വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും ഷെയർ ചെയ്യാമെന്ന്." അങ്ങനെ ഞാൻ ചോദിച്ചു, "മോളെ എങ്ങനെയാ മാല ഇട്ടാന്ന്?" ആ കുട്ടി നന്നായി കാണിച്ചു തന്നു കേട്ടോ കെട്ടുന്ന രീതി. അങ്ങനെ ഞാൻ മാല ഭഗവാന് സമർപ്പിച്ച് വീണ്ടും തിരിച്ച് അവരുടെ അടുത്ത് വന്നിരുന്നു. ഞാനവിടെ ചൊല്ലാനായിട്ട് നാരായണീയ പുസ്തകം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കഥ ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, "മോളെ പ്രസാദം ഇട്ട് കഴിക്കാൻ പോകുന്നുണ്ടോ?" "ഇല്ല, ഞങ്ങൾ ഈ തുളസിമാല ഭഗവാന് ചാർത്തിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് ആ മോള് പറഞ്ഞു." അങ്ങനെ ഞാൻ നാരായണീയം വായിച്ചിട്ടോ 100-ാം ദശകം. കുറച്ച് കഴിഞ്ഞ് ആ കുട്ടി എന്നോട് ചോദിച്ചു, "ചേച്ചി പ്രസാദം ഇട്ട് കഴിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ടെന്ന്." ഞാൻ പറഞ്ഞു, "എന്നെയും കൂട്ടണേ മോളെ" എന്ന്. അങ്ങനെ നാമം ചൊല്ലി കുറച്ചു നേരം ഇരുന്നു. ഭഗവാന്റെ പ്രസാദ ഊട്ടിനായി ക്യൂ നിന്നിട്ടോ. തീർത്ഥക്കുളത്തിൽ നോക്കിയപ്പോൾ അതാ ഒരു ആമ കൂർമാവതാരം പോലെ ഞാനത് കണ്ടു. അങ്ങനെ ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, "അമ്മയ്ക്കും മോനും മാമ ഉണ്ടാകുന്നു. എൻ്റെ മകനായിട്ടാണ് ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണുന്നത്." ആ മോൾ അത് കേട്ടിട്ട് പറഞ്ഞു, "ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. 3 ദിവസമായി ആ കുട്ടി പറയുന്ന ഒരു കാര്യമാണ് ഭഗവാനോട്, 'ഭഗവാനെ, നിന്റെ നടക്കിൽ വരുമ്പോൾ എനിക്കൊരു അത്ഭുതം മനുഷ്യന്റെ രൂപത്തിൽ കാണിച്ചു തരണേ' എന്ന്. കണ്ണൻ്റെ അമ്മേനെയല്ലേ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്." തിരിച്ച് ഞാനും പറഞ്ഞു കേട്ടോ, "നിങ്ങൾ പല പ്രാവശ്യം പോവാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ എനിക്ക് വേണ്ടി കൂട്ടായി നിങ്ങളെയാണ് നിയോഗിച്ചത്. അതിന് ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്" എന്നും പറഞ്ഞു. അങ്ങനെ ആ മോളുടെ ഒരു ഫ്രണ്ട് ഗുരുവായൂരിൽ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ സൈലന്റ് ആയത് കാരണം ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഫ്രണ്ടിനെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയതുമില്ല. മെസ്സേജ് അയച്ചിട്ടും വായിച്ചില്ല. അങ്ങനെ ആ മോൾ എന്നോട് പറഞ്ഞു, "ചേച്ചി, നാലമ്പലത്തിൽ പോയിരുന്നു. ഞാൻ ആ പയ്യനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ" എന്ന് പറഞ്ഞ് ഞാൻ നാലമ്പലത്തിൽ ചെന്നിരുന്നു കേട്ടോ. പുസ്തകം നാരായണീയം വായിച്ചു തുടങ്ങി. ആ മോള് വന്നു. ഉച്ചതിരിഞ്ഞ് 3:30-ക്ക് ശീവേലിയുണ്ട്, അത് കണ്ടതിന് ശേഷം ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു, "ഇന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് കുറേ നേരം ഇരുന്നതിന് ശേഷമേ തിരിച്ചു മടങ്ങുകയുള്ളൂ എന്ന്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഞാനുമുണ്ട് ശീവേലി കാണാനായിട്ട്, എന്നെയും കൂട്ടണേ." അങ്ങനെ ഞങ്ങൾ പുറത്തുപോയി ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് നൃത്തമെല്ലാം ആസ്വദിച്ചു. അങ്ങനെ നട തുറക്കാറായപ്പോൾ ഭഗവാന്റെ രൂപത്തിൽ ഒരു സാറിനെ കണ്ടിട്ടോ. ആ സാറ് പറഞ്ഞു, "വേറൊരു സാറിനെ കണ്ട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് ഭഗവാനെ ഉള്ളിൽ കയറി കാണാൻ സൗകര്യമൊരുക്കി തരാമെന്ന് പറയാൻ പറഞ്ഞു." അങ്ങനെ മറ്റേ സാറിനെ കണ്ടപ്പോൾ ഞങ്ങളെ ഉള്ളിൽ കയറ്റി തൊഴിയിപ്പിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അതാ ഭഗവാന്റെ ശ്രീകോവിൽ തുറന്നു കിടക്കുന്നു. ഭഗവാൻ പട്ടുകോണക
അനുഭവം പോലും ഇല്ലാണ്ട് എൻ്റെ മുന്നിൽ ഞാൻ ഭഗവാനെ മതിവരോളം കണ്ടുട്ടോ. മതി തീരില്ല ഒരിക്കലും. എന്നാലും ഭഗവാൻ മതി തരുവോളം കാണിച്ചു തന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അന്നേരം അമ്മയുടെ പൊന്നോ എന്ന് ഉറക്കെ വിളിച്ചു ഞാൻ. അങ്ങനെ ഭഗവാന്റെ തിടമ്പേറ്റി ആനയുടെ പുറത്ത് കയറിയ പൊന്നുണ്ണിക്കണ്ണനെ മതിവരുവോളം വിളിച്ചു ഞാൻ. അമ്മയുടെ പൊന്നോ എന്ന്. അങ്ങനെ ആ ശിവേലി പ്രദക്ഷിണം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഉണ്ണിക്കണ്ണൻ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. അത്ഭുതം എന്ന് പറയട്ടെ, വാക്കുകൾക്ക് അതീതമാണ്. ഭഗവാൻ എന്നെ കൈപിടിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയും ഭഗവാന്റെ അടുത്ത് എനിക്കൊരു അമ്മയെയും മോളെയും തന്നതും പുണ്യം തന്നെയാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് അവരെ ഭഗവാൻ നിർത്തിയത്. ആ മോളുടെ പേര് ദീപ എന്നാണ്. കൊടുങ്ങല്ലൂരാണ് മോളുടെ വീട്. ഭഗവാന്റെ അമ്മ തന്നെയാണ്. ശരിക്കും എനിക്ക് കാണിച്ചു തന്നു. ഭഗവാൻ വിശ്വസിച്ച് വിളിച്ചാൽ ഒരിക്കലും കൈവിടില്ല. നമ്മുടെ മകൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അന്ന് വൈകുന്നേരം തൃവദ്ധുരത്തിലെ ഈ വോയിസ് ഇടുന്ന മോനെ വിളിച്ചപ്പോൾ സന്തോഷം പറയാൻ വിളിച്ചതാ. ആ മോൻ വല്ലാതെ ക്ഷീണിതനായിട്ടായിരുന്നു സംസാരിച്ചത് കേട്ടോ. ഞാൻ മനസ്സുകൊണ്ട് 100 വട്ടം മോനോട് സന്തോഷം പങ്കുവെച്ചു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മകനായ എൻ്റെ ഉണ്ണിക്കണ്ണൻ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസമായി ഇന്ന് ഇത്രയും എനർജറ്റിക്കായി സംസാരിക്കാൻ കഴിഞ്ഞതും എൻ്റെ മകനായ എൻ്റെ ഉണ്ണിക്കണ്ണന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് സത്യം പറയണമെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ICU ആയിപ്പോയേനെ കേട്ടോ. ത്രിമധുരത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവരോടും വളരെയധികം സന്തോഷത്തോടും ഉഷാറോടുകൂടി ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. നാരായണീയ ഗ്രന്ഥം ഒരിക്കൽ പോലും വായിക്കാതിരിക്കരുത് കേട്ടോ. ആ ഗ്രന്ഥത്തിൻ്റെ വില എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ മകനായ എൻ്റെ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ഇന്നെനിക്ക് അസുഖമില്ല. മരുന്നുകൾ എൻ്റെ ശരീരത്തിൽ പിടിച്ചു തുടങ്ങി. ഈ ജന്മത്തിൽ ഡിസംബർ 24 മറക്കാൻ പറ്റാത്ത എൻ്റെ ഭഗവാന്റെ മറ്റൊരു വ്യക്തിയിലൂടെ ആ രൂപം എനിക്ക് കാണിച്ചു തന്ന ഗുരുവായൂരപ്പന്, എൻ്റെ പൊന്നുമോന് അമ്മയുടെ അനന്ത കോടി പ്രണാമം. ഈ സന്തോഷത്തിൻ്റെ അളവ് അളക്കാൻ പറ്റുന്നതല്ല കേട്ടോ. കണ്ണൻ്റെ അമ്മയാൽ നമ്മളെ കൈപിടിച്ചു ഉയർത്തിയ ദുഃഖം കൊണ്ടുപോയ ഞാൻ സന്തോഷം നിറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് ത്രിമധുരത്തിലെ ആ മകനോട് നന്ദിയും എൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ, അമ്മയുടെ കണ്ണ, അമ്മയുടെ പൊന്നുമകനെ. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് അനുഭവം കേട്ടിട്ട്? ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എത്ര മനോഹരമായി അമ്മ ദിവസവും എനിക്ക് വോയിസിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം ഞാനും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ത്രിമധുരം നമ്മളെ ഗ്രൂപ്പും ചാനലും ഒക്കെ പോകുന്നത്? ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. ചില സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.